പൂഞ്ച് സിറ്റിയിലെ പൂഞ്ച് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ചെറിയ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. ശക്തമായ മഴ അല്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ പൂഞ്ച് സിറ്റിയിലെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് പൂഞ്ച് സിറ്റിക്കകത്തുള്ളത്. കാരണം വലിയ ആക്രമണം. ഇവിടെ നിന്ന് ഏറെക്കുറെ 3 കിലോമീറ്റർ അപ്പുറയാണ് അന്താരാഷ്ട്ര അതിർത്തി. ആ അതിർത്തിക്ക് അപ്പുറം നിന്ന് ശക്തമായ ഷെല്ലാക്രമണമാണ് ഈ മേഖലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഷെല്ലാക്രമണം വലിയ തരത്തിൽ തന്നെ പൂഞ്ച് സിറ്റിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യമാണ് പൂഞ്ച് സിറ്റിയിൽ ഉള്ളത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കഴിഞ്ഞ രാത്രി ഏറെക്കുറെ 10 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരമായ ഷെല്ലാക്രമണം ഈ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നാണ് ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അത്തരത്തിൽ ശക്തമായ പൂഞ്ചിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം വലിയ ഏറ്റുമുട്ടൽ, വലിയ സംഘർഷം, വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ രാത്രിയും പൂഞ്ചിൽ അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല. ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ബസ്സുകൾ ഇപ്പോൾ 2 ബസ്സുകൾ മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ബസ്സുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കാരണം ഷെല്ലുകൾ വന്ന് പതിച്ച് ബസ്സുകൾക്ക് വലിയ കേടുപാടുകൾ നമുക്ക് ദൃശ്യങ്ങൾക്ക് കാണാൻ കഴിയും. എത്രത്തോളം കേടുപാടുകൾ ഈ ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ബസ്സുകളൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളാണ്, നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാത്രി മുഴുവൻ വലിയ ഷെല്ലാക്രമണം ഉണ്ടായപ്പോൾ സംഭവിച്ച കേടുപാടുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്സുകൾ ഏറെക്കുറെ പൂർണ്ണമായും അതിന്റെ ചില്ലുകൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന ബോഡി ഭാഗങ്ങൾ, അതോടൊപ്പം മറ്റ് ഭാഗങ്ങൾക്കൊക്കെ ടയറുകൾ, അത്തരത്തിൽ ബസ്സിന് പൂർണ്ണമായി ഏറെക്കുറെ കേടുപാട് സംഭവിച്ചിരിക്കുന്നു. ഇത് മറ്റൊരു ബസ്സാണ്. ഈ ബസ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ശക്തമായ ഷെല്ലാക്രമണത്തിൽ തകർന്നതാണ് ഈ കാണുന്ന ചില്ലുകൾ. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഷെല്ല് പൊട്ടിയിട്ട് അതിന്റെ ഭാഗങ്ങൾ വന്ന് കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത്തരത്തിൽ ശക്തമായ ഒരു ആക്രമണം, ഷെല്ലാക്രമണത്തിന്റെ ഒരു ശക്തി എത്രത്തോളം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് ഈ മേഖലയിലെ ഷെല്ലാക്രമണം എന്നുള്ളത് നമുക്ക് ഈ ബസ്സിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ ഇതുപോലത്തെ പ്രൈവറ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ആ ബസ്സുകളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ ഷെല്ലാക്രമണം ബാധിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ അടുത്ത് കാണുന്ന മറ്റ് കംഫർട്ട് സ്റ്റേഷനുകളാകട്ടെ, അല്ലെങ്കിൽ കടയുടെ ഷട്ടറുകളാകട്ടെ, അവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ ആക്രമണത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ ഈ ഷെല്ലുകൾ പൊട്ടിത്തെറിച്ച് അതിന്റെ ഓരോരോ ഭാഗങ്ങൾ വിവിധ ഭാഗങ്ങളായി വന്ന് കൊള്ളുകയും അതോടൊപ്പം അതിനനുസരിച്ച് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത് ഇവിടുത്തെ ഭിത്തികളിലൊക്കെ നമുക്ക് സജീവമായി തന്നെ കാണാൻ കഴിയും. രാത്രികാലങ്ങളൊക്കെ ഇവിടെ ആളുകൾ വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഷെല്ല് വന്നുകൊണ്ട പാടുകളാണ്. ഇത്തരത്തിൽ നിരവധി പാടുകൾ ഇവിടെ വിവിധ ഭാഗങ്ങളിൽ കാണാം. ഇതുപോലത്തെ ഒരു കംഫർട്ട് സ്റ്റേഷനാണ്. ഈ കംഫർട്ട് സ്റ്റേഷന്റെ ഭിത്തികൾ ഉടനീളം ഷെല്ല് കൊണ്ടതിന്റെ പാടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും പൂഞ്ച് സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. നഗരം എന്ന് പറയാൻ കഴിയില്ല, അതൊരു ചെറിയ ടൗണുകളിൽ ഒന്നാണ്. പക്ഷേ ആ ടൗൺ പൂർണ്ണമായും എന്താണെങ്കിലും ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ അതീവ സുരക്ഷ പൂഞ്ചിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഉണ്ട്. ശക്തമായ തിരിച്ചടി സൈന്യം ഈ മേഖലയിൽ നൽകി എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എത്ര പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക പൂഞ്ച് നഗർത്തിയായിരിക്കും. പൂഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂഞ്ചിന്റെ ഒരു വശം പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ ഉയരങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. പൂഞ്ച് അല്പം താഴ്ന്ന പ്രദേശവും പാകിസ്ഥാൻ ഉള്ളത്. പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശം ഉള്ളത് അല്പം മുകളിലുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമിക്കാൻ അല്പം എളുപ്പം കൂടുതലുള്ള സ്ഥലമാണ് പൂഞ്ച്. അതുകൊണ്ടാണ് ശക്തമായ ഷെല്ലാക്രമണം പൂഞ്ചിലേക്ക് എപ്പോഴും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ പൂഞ്ചിലേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ തുടരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഭിത്തികളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ ഷെല്ല് പതിപ്പിന്റെയും അതിന്റെ അവശിഷ്ടങ്ങളുടെയൊക്കെ പാടുകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല ശക്തിയുള്ളൊരു കഥകാണ്, അത്തരത്തിൽ വാതിലാണ്, പക്ഷേ ഇരുമ്പിന്റെ വാതിലാണ്. പക്ഷേ അതിന്റെയൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം ശക്തമായാണ് ആ ഷെല്ല് ഇവിടെ പതിച്ചത് എന്നുള്ളതാണെങ്കിലും പൂഞ്ച് സിറ്റിയുടെ ഒരു സാഹചര്യം ഇതാണ്. ശക്തമായ ഷെല്ലാക്രമണം കഴിഞ്ഞ രാത്രിയും ഉണ്ടായ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ പരിസരം പ്രത്യേകിച്ച് ഷെല്ലാക്രമണം തുടരുന്ന പശ്ചാത്തലം ഇതൊക്കെ ഷെല്ല് വീണിട്ട് ഉണ്ടായ പാടുകളാണ്. അത്തരത്തിൽ ശക്തമായ ഷെല്ലാക്രമണം നേരിട്ട പ്രദേശമാണ്. എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ പൂഞ്ചിലടക്കം സ്ഥിതി കൂടുതൽ സങ്കീർണമാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പൂഞ്ചിലോട് നിരന്തരം വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആളുകൾ കാര്യങ്ങളിലേക്ക് വരുന്നു. അതോടൊപ്പം പെട്ടെന്ന് തന്നെ ആളുകൾ ഇവിടുന്ന് പോകുന്നു. ആരും തങ്ങുന്നൊന്നുമില്ല. പൂഞ്ച് സിറ്റിയിൽ തങ്ങാൻ പറ്റിയ സാഹചര്യം ഇപ്പോൾ സിറ്റിയിലില്ല എന്നാണ് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. സുരക്ഷയുടെ നിരീക്ഷണം എല്ലായിടത്തും സജീവമായി തന്നെ ഉണ്ട്. വലിയ നിരീക്ഷണം നടത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ തുടരുന്ന ഈ ആക്രമണമാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ശക്തമാക്കിയത്. പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ ശക്തമായ തിരിച്ചടി ഈ മേഖലയിൽ നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്താണ് യാഥാർത്ഥ്യം. സുജയ. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.